നമസ്കാരം. ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ അതിക്രൂരമായ കൊലപാതകം തിരുവാതുക്കലിൽ ഉണ്ടായത്. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സത്തിൽ വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മിനിയെയുമാണ് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് കോട്ടയത്തെമ്പാടും നടക്കുന്നത്. നിലവിൽ പോലീസ് ഇത്തരത്തിലൊരു പ്രതിയെ, ഈ കൊലപാതകം നടത്തിയതുമായി ബന്ധപ്പെട്ടൊരു പ്രതിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അസം സ്വദേശിയായ ഒരാളെ കേന്ദ്രീകരിച്ചാണ്, ഇവരുടെ ജീവനക്കാരനെ ഒരാളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പൂർണ്ണമായും പുരോഗമിക്കുന്നത്. എന്നാൽ ഈ അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു അസം സ്വദേശിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകളുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇത് മാത്രമല്ല, മറ്റു ചില കാരണങ്ങൾ കൂടി ഈ അസം സ്വദേശിയാണെന്ന് സംശയിക്കാതിരിക്കാനുള്ള നിരവധി കാരണങ്ങൾ ഈ കൊലപാതകത്തിലുണ്ട് എന്നുള്ള വാദമാണ് ഒരു വശത്ത് ഇപ്പോൾ ഉയരുന്നത്. പോലീസിന്റെ ഭാഷ്യം അനുസരിച്ചാണെങ്കിൽ വിജയകുമാറിന്റെ പരാതിയിൽ, പണം അപഹരിച്ച കേസിൽ വിജയകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഏതാണ്ട് 6 മാസത്തോളം ജയിലിൽ റിമാൻഡിൽ കിടന്ന പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിലെ ഒരു പ്രതിയാണ് അതിക്രൂരമായ ഈ കൊലപാതകം നടത്തിയത്. അതായത് ഇയാൾ ഒരു ആസാം സ്വദേശിയാണ്. എന്നാൽ ഈ ഭാഷ്യത്തെ, പോലീസിന്റെ ഭാഷ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ സ്വന്തം വൈരാഗ്യ ബുദ്ധിയാൽ, അല്ലെങ്കിൽ സ്വന്തം മുതലാളിയെ തന്നെ കേസിൽ കുടക്കിയ ആളെ, ഇദ്ദേഹത്തിനെതിരായ വൈരാഗ്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ പ്രതി, അയാൾ ഈ വീടിനുള്ളിൽ കയറിയ ശേഷം, മുൻപ് മോഷണ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാൾ ഈ വീടിനുള്ളിൽ കയറിയ ശേഷം ഇവിടെ നിന്നും ഒരു തരി പൊന്നോ ഒരു രൂപയോ കവർന്നില്ല എന്നുള്ളത് ഏറെ വിചിത്രവാദമായി തോന്നുന്നു. മുൻപ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതിയാകുന്ന കേസുകളിൽ ഇയാൾ ഇത്തരത്തിൽ മോഷണത്തിനായി വീടുകളിൽ കയറി ആളുകളെ കൊലപ്പെടുത്തി പണം കവർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത്തരം സംഭവങ്ങൾ മുൻപ് പല കേസുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു സംഭവത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതി വീടിനുള്ളിൽ തിരച്ചിൽ നടത്തുകയോ പണം അപഹരിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് വളരെയധികം ഈ ഒരു പ്രതി ഇയാൾ തന്നെയാണോ എന്നുള്ള രീതിയിൽ സംശയം ജനിപ്പിക്കത്തക്കതാണ് എന്നാണ് നാട്ടുകാരുടെ വാദം. ഇത്തരത്തിൽ ഈ DVR-ൽ CCTV ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ചു വെക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഈ വിജയകുമാറിന്റെയും ഭാര്യയുടെയും മൊബൈൽ ഫോണിനുള്ളിൽ ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് ഈ മൊബൈൽ ഫോണും ഈ DVR-ഉം മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയത്തക്ക ബുദ്ധിയുള്ള ആളാണ് ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി എന്ന് അനുമാനിക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇതിനു പിന്നിലുള്ള മറ്റേതെങ്കിലും ശക്തികൾ ഉണ്ടെങ്കിൽ അവർ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ കാണിച്ച് രക്ഷപ്പെടുന്ന സാഹചര്യവും ഇത്തരമൊരു മോഷണം അല്ലെങ്കിൽ ഇത്തരമൊരു കൊലപാതകം നടന്നതിന് പിന്നിലുണ്ട് എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. ഇങ്ങനെ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാനും പറ്റുന്ന സാഹചര്യമില്ല. കാരണം ഈ CCTV DVR അടക്കം കവർന്നു കൊണ്ടുപോകുന്ന അത്രത്തോളം ആസൂത്രിതമായ ഒരു കൊലപാതകം ഈ ഇതര സംസ്ഥാന തൊഴിലാളി നേരിട്ട് നടപ്പിലാക്കുമോ എന്നുള്ളൊരു സംശയമാണ് നാട്ടുകാർക്കിടയിൽ ഉയരുന്നത്. അതുമാത്രമല്ല, മറ്റൊരു വാദമായി ഈ ഉയർന്നു കേൾക്കുന്നത്, ഈ സംഭവ സ്ഥലത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, കൊലപാതകം നടത്തിയത് തികച്ചും പ്രൊഫഷണലായ രീതിയിലാണ്. മതിൽ ചാടി കടന്ന് ഉള്ളിൽ കയറി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇയാൾ വീടിന്റെ വാതിലിലെത്തി, പ്രധാന വാതിലെത്തി, വാതിലിനോട് ചേർന്ന ജനൽ പാളിയുടെ കൊളുത്ത് അതിവിദഗ്ധമായി ഒരു ഡ്രില്ലറിന് സമാനമായ ഒരു വസ്തു ഉപയോഗിച്ച് ഇളക്കി മാറ്റിയ ശേഷം വാതിൽ തുറന്ന് അകത്തു കയറിയതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വാതിൽ തകർക്കാൻ കൊണ്ടുവന്ന അമ്മിക്കല്ല് അവിടെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്നു. ഇതുകൂടാതെ മുറിക്കുള്ളിൽ കയറി രണ്ടുപേരെയും ഒരൊറ്റ അടിക്ക് കൊലപ്പെടുത്തുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഈ മറ്റുള്ള ബെഡിലോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തോ ഇയാൾ തൊട്ടതായി പോലും കാണാൻ സാധിക്കുന്നില്ല. അത്ര സൂക്ഷ്മമായും ശാസ്ത്രീയമായും പ്രൊഫഷണലായുമാണ് ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഇത്ര കൃത്യമായി വെൽ പ്ലാൻഡായി അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണം നടത്തി ഈ ഒരു കൊലപാതകം നടത്തുമോ എന്നുള്ള സംശയവും നാട്ടുകാർക്കിടയിൽ ഉടലെടുക്കുന്നുണ്ട്. CBI എത്തും മുൻപ് ഈ കേസിന്റെ എല്ലാ വശവും അടയ്ക്കാനുള്ള ശ്രമം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കേണ്ടതാണ് എന്നാണ് നാട്ടുകാരുടെ മറ്റൊരു ആവശ്യം. വിജയകുമാറിന്റെ മകനെ 2017
മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 9 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വിജയകുമാർ CBIയുടെ അന്വേഷണത്തിന്റെ ഉത്തരവ് നേടിയെടുത്തത്. ഈ അന്വേഷണത്തിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിവരങ്ങൾ അല്ലെങ്കിൽ തന്റെ പക്കലുള്ള രേഖകളും വിവരങ്ങളും CBIക്ക് അദ്ദേഹം കൈമാറാനിരിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഈ ഇതര സംസ്ഥാനക്കാരൻ മാത്രമാണോ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കേണ്ടതാണെന്നുള്ളൊരു വാദവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും ഈ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇത്തരം സംഭവത്തിന് പിന്നിലെങ്കിൽ കൃത്യമായ തെളിവുകളോടുകൂടി ഇയാളെ കുറ്റത്തെ അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന രീതിയിലുള്ള നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എന്നാൽ അയാളല്ല മറ്റാരെങ്കിലും മറ്റേതെങ്കിലും ശക്തികൾ നാട്ടുകാരുടെ സംശയം ശരിവെക്കുന്ന രീതിയിൽ CBI വന്ന സമാനമായ കേസിൽ അല്ലെങ്കിൽ തൻ്റെ മകന്റെ മരണത്തിന് നീതി തേടി ഇറങ്ങിയ ഒരു അച്ഛനെ ആരെങ്കിലും ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള തെളിവുകളും പോലീസ് കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.